ഒരിക്കൽ ഇതുപോലൊരു പരീക്ഷണം നടത്തിയത് സുപ്രിയന്റി. അതിന് പകരമായി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ? നഷ്ടപ്പെട്ടത് DKക്കും ഈ വീടിന് മാത്രം. അതുപോലെ ഒരു ദുരന്തം ഇനിയും ഈ വീട്ടിൽ ആവർത്തിക്കണോ വേണ്ടയോന്ന് ഇപ്പൊ തീരുമാനിച്ചേ പറ്റൂ. DKയുടെയും അമ്മയുടെയും മൗന അനുവാദത്തോടെയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജ്യോതിയുടെ അഹങ്കാരത്തിന് ബലിയാടാകാൻ ഞങ്ങളെ കിട്ടില്ല. SK തിരികെ ആശുപത്രിയിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങള് 3 പേരും ഈ വീട് വിട്ടിറങ്ങും. മായ, നിങ്ങൾ ജ്യോതിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ ജ്യോതി അഹങ്കാരം കാണിച്ചതല്ല. രോഗിയായ ഒരാളെ രക്ഷിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാ ശിവയെ ജ്യോതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇല്ല, ഡോക്ടർക്ക് അവളുടെ ഉദ്ദേശം അറിയില്ല. DK, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനാ മരുമക്കൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ എന്ത് പറയാൻ? നീ ഒറ്റ ഒരുത്തി കാരണമാ ഇന്നിവിടെ ഇതെല്ലാം സംഭവിച്ചത്. നീ മാത്രമാണ് ഉത്തരവാദി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശിവയുടെ കാര്യത്തിൽ ഇത്രയും ഇൻവോൾവ്മെന്റ് ആവണ്ടെന്ന്. അവനെ ഇവിടെ കൊണ്ടുവന്നുള്ള അപകടം എന്താണെന്ന് ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് നീ അനുസരിച്ചില്ല. എന്നെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും വെല്ലുവിളിച്ച് നീ പോയി അവനെ കൊണ്ടുവന്നു. എന്നിട്ട് സംഭവിച്ചോ? വീണ്ടും അവന്റെ മനോനില തെറ്റി. SK ആശുപത്രിയിലാക്കിയാൽ മാത്രം പോരാ, ഇവളെയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവള് DKക്ക് ഒരു ശാപമായിരിക്കും. DK, ഇതിനെ ചൊല്ലി ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഞാൻ ശിവയെ ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ജ്യോതി, നീ ചെയ്തത് തെറ്റല്ല. പക്ഷേ ഈ കുടുംബത്തിന്റെ സമാധാനമാണ് വലുത്. ഇവരുടെയൊക്കെ ജീവിതമാണ് വലുത്. അതുകൊണ്ട് ഞാൻ ശിവയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവാ. ആരെയാ വിളിക്കുന്നത്? ആംബുലൻസ്. വേണ്ട. തൽക്കാലം അവനെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, തൽക്കാലം ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. ഇത്രയും കാലം അനാഥനെ പോലെ അവൻ ഭ്രാന്താശുപത്രിയിൽ ജീവിച്ചതിന് പ്രധാന കാരണം നിങ്ങളാ. നിങ്ങൾ 3 പേരും. ഞങ്ങളോ? അതെ. ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയുന്നേ? ഭ്രാന്തനെ ആശുപത്രിയിലല്ലാതെ വേറെ എവിടെയാ കൊണ്ടുപോകുന്നേ? ഭ്രാന്തനോ? ആര്? ശിവയോ? ശിവയ്ക്കാണോ അതോ നിങ്ങൾക്കാണോ ഭ്രാന്ത്? ശരിക്കും ഒരു കൗൺസിലിംഗ് വേണ്ടതേ നിങ്ങൾക്കാ. എല്ലാ രോഗങ്ങളെയും പോലെ ഒരു രോഗം തന്നെയാ മാനസിക രോഗം. മരുന്ന് മാത്രം പോരാ അത് ഭേദമാക്കാൻ. സ്നേഹവും പരിഗണനയും കൂടി വേണം. DKയോ അമ്മയോ അവനെ സ്നേഹിക്കാനോ ഇവിടേക്ക് കൊണ്ടുവരാനോ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? ദിവസം ഭ്രാന്തില്ലാത്ത ഒരാള് മാനസിക രോഗികളുടെ കൂടെ ജീവിച്ച 11ാം ദിവസം അയാൾക്കും ഭ്രാന്ത് പിടിക്കും. ഇവിടെയും അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ശിവ ഒരു മുഴുഭ്രാന്തനല്ല. നിങ്ങളായിട്ട് അവനെ മുഴുഭ്രാന്തനാക്കാൻ ശ്രമിക്കരുത്. ഈ വെറുപ്പിന് പകരം അലിവോടെയുള്ള ഒരു നോട്ടം മതി, സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് മതി. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നീ പറയുന്ന സ്റ്റഡി ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അവനെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല.
അതിന് നിങ്ങളുടെ ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ലെങ്കിലോ? പിന്നെ ആരാ സമ്മതിക്കണ്ടേ? DKയോ അതോ അമ്മയോ? അല്ല, ഞാൻ തീരുമാനിച്ചു. അവൻ ഇനി ഇവിടെ തന്നെ ജീവിക്കും. അതെ, അത് തീരുമാനിക്കാൻ നീ ആരാ? ഏട്ടത്തിയമ്മ, ഈ നിൽക്കുന്ന DKയുടെ ഭാര്യ, ഈ വീടിന്റെ മരുമകൾ, നിന്റെയൊക്കെ അമ്മായിയമ്മ. ശിവ ഒരു രോഗിയാണ്, സമ്മതിച്ചു. എന്നുവെച്ച് അവനെങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ആരും അവന്റെ കാര്യം നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇനിയും ആ പാവത്തിനെ ഭ്രാന്താശുപത്രിയുടെ ഇരുട്ടിലേക്ക് തള്ളിവിടരുത്. എനിക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ അനിയനല്ലേ, സ്വന്തം ചോരയല്ലേ അവൻ. പഴയതുപോലെ കളിച്ചും ചിരിച്ചും നടക്കുന്ന ശിവയെ കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എന്നെ ഒന്ന് വിശ്വസിക്കുക ഹിറ്റ്ലർ. ഈ വീട്ടില് കടിച്ചു തൂങ്ങാനുള്ള എന്റെ അതിമോഹമൊന്നുമല്ല. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ ആ പാവത്തിനെ ഇങ്ങനെ കൈവിടരുത്. ഡോക്ടർ, ഒന്ന് പറഞ്ഞു കൊടുക്ക. അവന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. പഴയ ശിവേ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. DK, ഇത്ര ആത്മവിശ്വാസത്തോടെ ജ്യോതി പറയുമ്പോ നമുക്കൊന്ന് പരീക്ഷിച്ചൂടെ? ജ്യോതിക്കൊരു ചാൻസ് കൊടുക്കാന്നാ എന്റെ ഒപ്പീനിയൻ. സമ്മതിക്ക് DK, പ്ലീസ്. സമ്മതിച്ചു. പക്ഷേ ഇനി സംഭവിക്കുന്നതിനെല്ലാം നീ മാത്രമായിരിക്കും ഉത്തരവാദി. മനസ്സിലായോ? ജ്യോതി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. തൽക്കാലം ആ മരുന്നുകൾ മാത്രം കൊടുത്താൽ മതി. കടുനിറങ്ങൾ കണ്ടതിന്റെ ഷോക്ക് ഇത്. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. ഇനിയെല്ലാം നിന്റെ കയ്യിലാ. സ്നേഹം കൊണ്ട് മാത്രമേ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ? പേടിക്കണ്ട ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നിങ്ങളോട് 3 പേരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ശിവ ഇനി ഈ വീട്ടിൽ തന്നെ ജീവിക്കും. ഇതൊക്കെ അവനും കൂടി അവകാശപ്പെട്ടതാ. അവന്റെയും കൂടി വീടായത്. ദയവ് ചെയ്ത് ഇനിയും ആ പാവത്തിനെ ദ്രോഹിക്കരുത്. ഇതിന്റെ ഫലം നീ അനുഭവിക്കും. സുപ്രിയാന്റിയെ കൊന്നതുപോലെ അവൻ നിന്നെയും കൊല്ലും. ഇന്നു മുതൽ നീ എണ്ണി തുടങ്ങിക്കോ നിന്റെ ഒടുക്കത്തെ ദിവസത്തിന്. പടി. തീർന്നു, എല്ലാം തീർന്നു. ഈ വീടിന്റെ സമാധാനം പോയി. അവൾ എന്തിനാ ഇത്രയ്ക്ക് വാശി പിടിക്കുന്നത്? അവള് പറഞ്ഞത് കേട്ടില്ലേ, ഉത്തരവാദിത്വം മുഴുവൻ അവൾ ഏറ്റെടുത്തോളാന്ന്. സുപ്രിയാന്റിയെ പോലെ
നമ്മളിൽ ആരെയാ ആ ഭ്രാന്തൻ ആദ്യം കൊല്ലുന്നത് നോക്കിയാ മതി. എന്തറിഞ്ഞിട്ടാ അവൾ അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാന്ന് പറഞ്ഞ്? സർപ്പക്കളത്തിലെ നിറങ്ങളും പാട്ടും എല്ലാം കൂടി ആയപ്പോ അവന്റെ മനസ്സിളകി, ഭ്രാന്ത് മൂത്തു. ഇനി അവനെ പേടിക്കണം. നമുക്കിവിടുന്ന് താമസം മാറിയാലോ മായേച്ചി? എങ്ങോട്ട്? നമ്മൾ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. പകരം മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തു കളയുന്ന തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യണം. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, DKയും ജ്യോതിയുടെ പക്ഷത്താ. അത് ശരിയാ. അവള് ശിവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോ അതുവരെ നമുക്ക് അനുകൂലമായിട്ട് നിന്ന DK പ്ലേറ്റ് മാറ്റി. പിന്നെ അങ്ങനെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പെട്ടെന്ന് സ്ഥലം വിടുകയും ചെയ്തു. അതിനർത്ഥം എന്താ? DKക്കും അനിയൻ ഇവിടുന്ന് പറഞ്ഞുവിടാൻ മനസ്സില്ല. അല്ലാതെന്താ? നമുക്ക് നോക്കാം അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. പണ്ട് സുപ്രിയാന്റി അവനെ ഇതിനേക്കാൾ ഉത്തരവാദിത്വത്തോടെ കൊണ്ടു നടന്നതല്ലേ? എന്നിട്ട് എന്തായി? ഒടുവിൽ സ്വന്തം ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ നോക്കിക്കോ, ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാ. മായേച്ചി, അവൾ അങ്ങനെ വില കുറിച്ച് കാണണ്ട. DK വിലക്കിയിട്ടും അവൾ ആ ഭ്രാന്തനെ കൊണ്ടുവന്നില്ലേ? നമ്മൾ ഏത് വേലി കെട്ടിയാലും അവൾ അത് ചാടിക്കടക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഭ്രാന്തെന്ന് പറയുന്നത് ഒരു വല്ലാത്ത രോഗമാണ്. ഒരിക്കൽ വന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ അയാളെ ഭ്രാന്തനെന്ന് അറിയപ്പെടുന്നത് മാത്രമല്ല, ഓരോ സീസൺ അനുസരിച്ച് ഈ ഭ്രാന്ത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. എത്ര ചികിത്സിച്ചാലും ഷോക്ക് അടിച്ചാലും അസുഖം പിന്നെയും വരും. ഇവിടെ അവൾ അവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയല്ലേ. പക്ഷേ അവൾ അറിയുന്നില്ല, ഭ്രാന്ത് മൂത്താ പിന്നെ ജീവൻ എടുക്കാനും മടിയില്ലാത്തവനെയാ തലയിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. ഒരു ദിവസം നമ്മൾ കേൾക്കും, ഈ ഭ്രാന്തൻ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നൂന്ന്. അതുവരെ നമുക്ക് മാറി നിന്ന് കളിക്കണം. ഇടയ്ക്കിടെ ചൂടാറുമ്പോ തീ കൂട്ടിക്കൊടുക്കാം. ഒരു ദിവസം ചത്തു മരവിച്ച അവളുടെ ദേഹം ഈ മുറ്റത്ത് കിടക്കും. ആ ഭ്രാന്തനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അതോടെ ശിവകൃഷ്ണ എന്ന അധ്യായം അവസാനിക്കും. പഴയ ശിവേ, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇനി സംഭവിക്കുന്നതിനെല്ലാം നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഈശ്വരാ, എന്ത് ധൈര്യത്തിലാണോ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പോ ശിവ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും അതെല്ലാം എന്റെ തലയിൽ വരും. ഭഗവാനെ, മനസ്സ് കൈവിട്ട ഒരാളുടെ കയ്യിലാ ഇപ്പൊ എന്റെ ഭാവി. കണ്ണാ, നീ അവനെ കൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യിക്കല്ലേ. ഒക്കെ ഒരു ആവേശത്തിന് അങ്ങ് ഏറ്റുപോയതാ. എന്നെ ഒന്ന് കാത്തോണേ. ബേട്ടി, എന്റെ മോനെ തിരിച്ചു തരാൻ നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞത് ഷൂറാണോ? അമ്മ പേടിക്കണ്ട, നമുക്ക് ശ്രമിക്കാം. ഇത്രയും നാളും കിട്ടാത്ത വീട്ടിലെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോ ആരായാലും നന്നാവും. സ്നേഹിക്കാൻ ഇതുപോലൊരമ്മയും ഏട്ടനും അടുത്തുള്ളപ്പോ ശിവ പഴയ പോലെ ആവും. എനിക്ക് ഉറപ്പുണ്ട്. എനിക്കിപ്പോഴും ഡൗട്ടുണ്ട് ബേട്ടി. ഇനി എന്തെങ്കിലും ബാഡായി സംഭവിച്ചാൽ നിന്നെ എല്ലാവരും കൂടി റോക്കറ്റിൽ കയറ്റി
ആകാശത്തേക്ക് കത്തിച്ചങ്ങോട്ട് വിടും. എന്നോട് അവരൊക്കെ എങ്ങനെ വേണേലും പെരുമാറിക്കോട്ടെ. പക്ഷെ ശിവയോട് ഒരടുപ്പവും ഇഷ്ടമൊക്കെ ഒന്ന് കാണിച്ചാ മതി. സ്നേഹം കിട്ടിയ അമ്മയുടെ മോൻ രക്ഷപ്പെടും. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോ ഞാന് ഹാപ്പി ആവുന്നുണ്ട്. അവനൊരു പാവുക. ഏട്ടന്റെ പിന്നാലെ കൈ തൂങ്ങി നടന്ന കുട്ടിയല്ലേ. പക്ഷെ ലവ് ചെയ്ത പെൺകുട്ടി അവനെ ചതിച്ചപ്പോ അവൻ വീണുപോയി. ഒരു റൂമിനകത്ത് ആരോട് സംസാരിക്കാതെ എത്ര നാളിരുന്നു. സത്യത്തിൽ ആ പെൺകുട്ടിയുടെ ചതി മാത്രമാണോ SK ഈ രൂപത്തിലാക്കിയത്? ഐ ഡോണ്ട് നോ മൈ ബേട്ടി. ഒരു രാത്രി അവൻ ഇവിടെ വന്ന് കയറുമ്പോ വല്ലാതെ വയലന്റ് ആയിരുന്നു. കണ്ണി കണ്ടതൊക്കെ തല്ലി പൊട്ടിച്ചു. പെൺകുട്ടികളൊക്കെ പേടിച്ചോടി. അന്ന് കയറി മുറി അടച്ചതാ. പിന്നീട് രാത്രിയിൽ ആരും കാണാതെ ഇവിടുന്ന് ചാടിപ്പോയി. അതാ പെണ്ണിന്റെ കല്യാണത്തലേന്നായിരുന്നു. 3 ദിവസം ഒരു വിവരവും കിട്ടിയില്ല. 3-ാം ദിവസം അറിയുന്നത് അവൻ കോയമ്പത്തൂരിലെ ഏതോ മാനസിക രോഗ ആശുപത്രിയിലുണ്ടെന്ന്. ചെന്ന് കാണുമ്പോ അവനാകെ വയലന്റായിരുന്നു. ഞങ്ങളെ ആരും അവൻ തിരിച്ചറിഞ്ഞില്ല. രാവും പകലും ടീക്ക് അവന് കാവലിരുന്നു. ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അന്ന് സുപ്രിയ ഉണ്ടായിരുന്നോ DKക്കൊപ്പം? യെസ്, അവളും DKക്കൊപ്പം നിന്നു. പക്ഷേ അവളും പോയി. സുപ്രയുടെ മരണത്തിന് ഉത്തരവാദി ശിവയാണെന്ന് പറയുന്നത് ശരിയാണോ അമ്മ? എല്ലാരും അങ്ങനെ പറയുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒന്ന് സത്യം, അവള് മരിച്ചു ഒരു ആക്സിഡന്റിൽ. അതിനുശേഷമാ എന്റെ ശിവ ഇങ്ങനെയായത്. നിനക്ക് പറ്റുമോ മോളെ എന്റെ പഴയ മോനെ തിരിച്ചു തരാൻ? എനിക്കറിയില്ല അമ്മ. പക്ഷെ എന്തോ ഒരു വിശ്വാസം, പറ്റൂന്നൊരു തോന്നല്. എന്റെ ഭർത്താവ് ഇടയ്ക്കിടെ കാണുന്ന പെണ്ണ് ആരാണെന്നറിയാൻ പിന്നാലെ പോയതാ ഞാൻ. ദൈവം എന്നെ SKയുടെ അടുത്തെത്തിച്ചു. എന്തിനായിരിക്കും അത്? എന്തായാലും അത് വെറുതെ ആവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. മായയ്ക്കും താരയ്ക്കും ചിത്രയ്ക്കും ഒക്കെ SK പേടിയാണോ അമ്മ? പേടി മാത്രമല്ല ബേട്ടി, അവനോട് നിൽക്കുന്നതേ അവർക്ക് ഇഷ്ടവുമല്ല. അങ്ങനെ ഇവിടുന്ന് ശിവയെ ഇറക്കി വിടാൻ അവർക്കെന്നല്ല ആർക്കും പറ്റില്ല. എന്തായാലും അവന്റെ ഏട്ടത്തിയമ്മയല്ലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അമ്മ. ദേ സൂക്ഷിക്കണം, അവൻ ചിലപ്പോ ഉപദ്രവിച്ചെന്ന് വരും. എന്നെ അവൻ ഉപദ്രവിക്കുകയാണെങ്കിൽ അങ്ങ് ഉപദ്രവിച്ചോട്ടെ അമ്മ. എങ്കിലും നമുക്ക് ശിവയെ മാറ്റിയെടുക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമല്ലേ അമ്മ? അതിരിക്കട്ടെ, അമ്മ ശിവയോട് സംസാരിച്ചായിരുന്നോ? ഇല്ല, അവനെ കണ്ടപ്പോ തന്നെ എന്റെ നിയന്ത്രണം പോയി. എത്ര നാൾ കൂടിയാ എന്റെ മോനെ ഇന്ന് അടുത്ത് കണ്ടത്. മുറിവേറ്റ മനസ്സാ. അമ്മയുടെ ഒരു തലോടല് കിട്ടിയ ശിവയ്ക്കത് വലിയ ആശ്വാസമായിരിക്കും. എന്തായാലും അമ്മ ഒരു കാര്യം വിശ്വസിച്ചോ, അമ്മയുടെ ആ പഴയ ശിവയെ നമുക്ക് തിരിച്ചു കിട്ടും. അമ്മ ഇപ്പൊ ചെന്ന് ഒന്ന് ശിവയോട് സംസാരിക്കും. യു ആർ ഗ്രേറ്റ് മൈ ഡോട്ടർ, വെരി വെരി ഗ്രേറ്റ്.
ശിവ, മൈസൻ, അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടെൽ മീ. മോനെന്താ അമ്മയോട് ചോദിക്കാനുള്ളത്? എന്ത് വേണം അമ്മയുടെ കുട്ടിക്ക്? വാ ഇരിക്കേ. ആ അമ്മയ്ക്ക് എന്നെ പേടിയുണ്ടോ? നോ മൈസൻ, അമ്മയ്ക്ക് മോനോട് പേടി എന്തിനാ? ലവ് അല്ലേ? അമ്മയുടെ കണ്ണനല്ലേ നീ?